ഹായ്, എല്ലാവർക്കും കുക്ക് വിത്ത് റുമാനയിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറഞ്ഞതിന് നന്ദി. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിലുള്ള ഓൾ ടിക്ക് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അതാരും മറക്കരുത്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീട്രൂട്ടും ക്യാരറ്റും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. എനിക്ക് വന്ന മെസ്സേജിൽ ഫസ്റ്റ് വീഡിയോ കണ്ട് വന്ന മെസ്സേജിൽ ബിഗിനേഴ്സാണ് എനിക്ക് കൂടുതൽ മെസ്സേജ് ചെയ്തത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കാണിച്ചു തരണമെന്നായിരുന്നു റിക്വസ്റ്റ്. അതിനെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇന്നൊരു ബീട്രൂട്ടും പിന്നെ ക്യാരറ്റ് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അച്ചാർ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇതിലേക്ക് ഞാൻ 4 ബീട്രൂട്ടും 1 ക്യാരറ്റും, ഇത് നൈസായിട്ട് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് അരിയാൻ പറ്റുന്നെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇഞ്ചും വെളുത്തുള്ളിയുമാണ്. ഇത് ഇത്ര വലിപ്പം വരുന്ന ഇഞ്ചിയും ഇങ്ങനെ ഒരു വെളുത്തുള്ളിയുമാണ്. ഇത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് ക്രഷ് ചെയ്യുകയും ചെയ്യുക, ഇടിക്കുകയും ചെയ്യുക. വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കരുത്. പിന്നെ ഇത് കറിവേപ്പിലാണ്. ഇതൊരു 3 തണ്ടുണ്ട്. പിന്നെ ഇതിൽ 7 പച്ചമുളകാണ്. ഇത് നിങ്ങളെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇത് കടുക്, ഇതൊരു 1.5 സ്പൂണ് വേണം. ഇത് വറുത്ത് പൊടിക്കുകയും ചെയ്യും, പിന്നെ താളിക്കാനും വേണം. ഇത് ഉലുവ 1.5 സ്പൂണ് വേണം പൊടിക്കാൻ. ഉലുവയും കടുകും കൂടിയാണ് പൊടിക്കുന്നത്. പിന്നെ ഇത് മുളക് പൊടി, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധാരണ മുളക് പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടി, ഇത് കായപ്പൊടി, ഇതൊരു 1/2 സ്പൂണ് വേണം. ഇത് ഉപ്പ്, പിന്നെ ഇത് സുർക്കാണ്. ഞാനിതിപ്പോൾ ഈ സുർക്കാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് അവൈലബിൾ ആ സുർക്ക നിങ്ങൾക്ക് എടുക്കാം. ഇത് ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എള്ളിൻ്റെ എണ്ണയും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഇട്ടാൽ അച്ചാർ പെട്ടെന്ന് കേടുവന്ന് പോവും, സ്മെല്ലും മാറും. പിന്നെ ഇത് ഈത്തപ്പഴമാണ്. ഇത് ഞാനൊരു 15ഓളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൽ 1 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് പേസ്റ്റാക്കി എടുക്കണം. ഇനി ഈത്തപ്പഴം ഇഷ്ടമില്ലെങ്കിൽ എടുക്കണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. ഒരു പാത്രയ്ക്ക് 4 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ഉലുവ, അതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റോളം അത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂടാൻ പാടില്ല. ഫ്ലെയിം കൂടിയാൽ കരിഞ്ഞു പോവും, അല്ലാതെ അത് വേവില്ല. അതുകൊണ്ട് ഈ പരിവ് ആവുന്നവരെ ഇളക്കണം. അതിന് ശേഷം അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് കായപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാം നല്ല മിക്സ് ചെയ്യണം. അതിനിപ്പോൾ ഗ്യാസ് ഈ സ്റ്റേജിൽ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടില്ല. ഓൺ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പൊടികൾ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കണം. എല്ലാം മിക്സ് ആവണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം മിക്സ് ചെയ്യണം. ഞങ്ങൾ സൈഡൊക്കെ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം.
അതിൻ്റെ ശേഷം ഞങ്ങൾ ലിഡിട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ലിഡ് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഒരു ചെറിയ ഫ്ലെയിമിൽ ഇടണം പാത്രം. 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വെരി സ്ലോ ഫ്ലെയിം ആവണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചട്പട്ടാന്നാവും കടുക്. ആ സമയമാകുമ്പോൾ ഒന്ന് കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം അത് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യണം, പൊടിക്കണം. അത് നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ചെറുതായിട്ട് തരി വേണം. അതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ഈത്തപ്പഴം അരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് 1-2 നിമിഷം 1-1.5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ല യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ച സുർക്ക ആ ഒരു ചായൻ്റെ കപ്പിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് 1 മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞങ്ങൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ തണുത്ത ശേഷം ഒരു ചില്ല് പാത്രയിൽ ഇട്ടിട്ട് സൂക്ഷിക്കുക. ഒരു 15 ദിവസത്തോളം ഞങ്ങൾക്കിത് പുറത്ത് വയ്ക്കുക. അതിലും കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.